വെക്കേഷൻ സമയങ്ങൾ, ആഘോഷ ദിവസങ്ങൾ, താങ്ങാൻ പറ്റാത്ത ടിക്കറ്റ് നിരക്കാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക വിമാന കമ്പനികളും ഈടാക്കിയിരുന്നത്. ഇതിനെതിരെ പലതവണ പ്രവാസികൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഈ കഴിഞ്ഞ ഇലക്ഷന് മുന്നോടിയായി ഷാഫി പറമ്പിൽ ഗൾഫ് സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്ത് പ്രവാസികളുടെ ഇത്തരം പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം അദ്ദേഹം പ്രവാസികൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്, കേൾക്കാം. നാളെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ നാളെ ഒരു പ്രവാസി കാര്യത്തിൽ ഒരു ഫയലിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട ആള് ഞാനൊന്നുമല്ല. പക്ഷെ ആ തീരുമാനം എടുക്കേണ്ട ആളുടെ മുമ്പിൽ ഇവരുടെ ഇഷ്യൂസ് അത് കൃത്യമായി റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് നിർബന്ധമായി നിർവഹിക്കുകയും ചെയ്യും. ഈ കൊടുത്ത വാക്ക് അദ്ദേഹം വളരെ കൃത്യമായി പറയേണ്ട സ്ഥലത്ത് ശക്തമായി സംസാരിച്ചിരിക്കുന്നു. ഇതാണ് ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നതും ജനങ്ങൾ അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെടുന്നതും. Sir, how can they come home? How can they go back to their work? They all are not rich people who are abundant in resources, sir. Most of them are normal laborers, sir, who work for a flat salary. Sir, this 77,000 rupees, how can a normal employee abroad can afford? And if it is a family trip, sir, think about 4 members of a family coming home in their vacation and trying to going back after the vacation being charged 80,000 per ticket. Sir, 3,20,000 one way to fly to their work means what will they earn, sir, in their life? What will be their balance in their life, sir? പ്രവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു നേതാവിനെ കിട്ടിയ സന്തോഷത്തിലാണ് ഓരോ പ്രവാസിയും. ലോകസഭയിൽ പ്രവാസികൾക്ക് വേണ്ടി ഉന്നയിച്ച എയർ ടിക്കറ്റ് വിഷയം സ്പീക്കർ വ്യോമയാന മേഖലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യോഗം വിളിച്ച് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ. ബിഗ് സല്യൂട്ട് ഷാഫിക്ക. ഒരുപാട് സന്തോഷം തോന്നുന്നു. അതോടൊപ്പം നിങ്ങളോടുള്ള ഇഷ്ടവും. വടകരക്കാരുടെയും പാലക്കാടിന്റെയും മാത്രം നേതാവല്ല നിങ്ങൾ, കേരളക്കരയുടെ മൊത്തം നേതാവായി മാറിയിരിക്കുകയാണ്. കേരളക്കര മൊത്തം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്.